ഞാൻ ഉണ്ണിയാണ്. അല്ല ഉണ്ണി സാറിൻ്റെ കൂടെ മുമ്പ് റോഡിൻ്റെ പണിക്കെല്ലാം വന്നേ, ഇപ്പം ലോട്ടറി കച്ചവടം ചെയ്യുന്നേ. അതെ 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 സാറേ, ഉണ്ണി തന്നെ. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല സാർ ഇപ്പോൾ കേൾക്കണത്, ആ സാറേ ഈ പള്ളിമുക്കൊന്ന് കേക്കോട്ടോന്ന് റോഡുണ്ടല്ലോ, ആടോ ഇപ്പോൾ ഒരു അപകടം നടന്നിനി. റോഡിൻ്റെ കുഴിയിൽ ഒരുത്ത വീണി, ശീതളിൻ്റെ മോൻ പ്യാരിയാതൻ. അല്ല സാറേ കാര്യമുണ്ട്, പറയാൻ കാര്യമുണ്ട്, അതുകൊണ്ടാണ് സാറേ പറയുന്നത്. ആ സാറേ അതെ അതെ സാറേ, അതപ്പോൾ നമ്മളിൽ കുറച്ച് ആൾക്കാരുണ്ടായിനി, സുഹൃത്തുക്കളുണ്ടായിനി. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ റോഡ് പണിതത് സാറാണല്ലോ, ഇവിടുന്ന് പറയുന്നുണ്ടായിനി. ഇപ്പോൾ സാറിനെതിരെ വിജിലൻസിൽ ഒരു പരാതി കൊടുക്കേണ്ട ഒരു പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് സാറേ സാറിനെതിരെയാണ്. അല്ല കൊടുത്തില്ല, അല്ല അതിൻ്റെ ഒരു പരിപാടി ഉണ്ട്, എന്ത് ഓപ്പറേഷൻ സരോജിനി ഉണ്ടല്ലോ, അല്ല സരോജിനി അല്ല സുഷമ സാറേ, അങ്ങനെ എന്തോ വലിയൊരു പരിപാടിയാണ് സാറേ. അത് സാറിനെതിരെ കൊടുക്കുന്നതാണ്. സാറിൻ്റെ കുറച്ച് ചോറുണ്ടല്ലേ ഞാൻ. അതെ അതെ അതുകൊണ്ട് പറയുന്നതാണ് സാറേ. അത് സാറൊന്ന് സൂക്ഷിച്ചാൽ നല്ലത്. ആ സാറേ ആയി എന്തൊരു കഷ്ടമാണെന്ന് വെച്ചാൽ വല്ല തന്തള്ളാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ചെയ്ത് വെച്ചേക്കണത്. നല്ല ഒന്നും കാണിക്കാത്ത കൈയും കാലൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടി വന്നേക്കണേ. എന്തെന്ന് പറയാനാ, ഇതൊക്കെ കാണുമ്പോൾ കരൾ പൊളിയാണ്. അച്ഛനീ റിമ്മിന് കോട്ടപ്പന്ന പോലെ അങ്ങാടും ഇങ്ങാടും നടന്ന് പിറുപിറുക്കാതെ ഇവിടെ വല്ലയിടത്തും വന്നിരിക്കും. നീ ഇനി എൻ്റെ റിമ്മിൻ്റെ കോട്ടം തീർക്കാൻ നടക്കും. അപ്പം നിൻ്റെ കയ്യിനും കാലിനും ഒരു കോട്ടമില്ലാത്ത കൈയും കാര്യം തന്നിട്ട് വല്ലതും ഉണ്ടായാ? മനഃപൂർവ്വം ചെയ്താണ്, സംഭവിച്ചു പോയതല്ലേ. സംഭവിച്ചു പോയതെടാ, സംഭവിക്കരുത്, അതിനാണ് കഴിവ് വേണ്ടത്. ഇപ്പം ഞാൻ 10-35 വർഷം KSRTC ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇന്നേ വരെ വല്ല ഒരു ആക്സിഡൻറ്റ് നീ കണ്ടിട്ടുണ്ടോ, നീ കേട്ടിട്ടുണ്ടോ? അച്ഛൻ ഞാൻ ശ്രദ്ധിച്ച് വളരെ പതുക്കെയാണ് ഓടിച്ചോണ്ട് പോയത്. ഈ അടുത്ത് പണി കഴിഞ്ഞ റോഡാണ്, പുതിയ റോഡല്ലേ, അത്രയും വലിയൊരു കുഴി ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്താ. പെട്ടെന്ന് ചവിട്ടി അതിൻ്റെ അകത്തോട്ട് വീണ് പോയി. അല്ല കുഴി ഞാൻ കണ്ടില്ല. കുഴി മനസ്സിൽ കാണണമെന്ന് നീ ജീവിക്കണത് എവിടെയാണ്? ലണ്ടനിലൊന്നല്ലല്ലോ ജീവിക്കണത്, കേരളത്തിലാണ്. അപ്പൊ കേരളത്തിലെ റോഡിനെ കുറിച്ചുള്ള ഒരു ശരാശരി ബോധം ഇല്ലാത്ത നീയൊക്കെ എവിടത്തെ ഡ്രൈവറാണ്? കേരളത്തിൽ കുണ്ടും കുഴിയൊക്കെ എവിടെ വേണമെങ്കിലും കാണാത്തതും കാണുന്നിടത്തും ഒക്കെ ഉണ്ടാവും, അത് മനസ്സിലാക്കണ്ട. അതില്ലാതെ ചുമ്മാതെ കണ്ണടച്ച് വണ്ടി ഓടിച്ചോണ്ട് പോകണേ. അപ്പോൾ ഇവരുടെ വീടുമല്ല, പിന്നെ റോഡിനെ പറഞ്ഞിട്ടെന്ത് കാര്യമുണ്ട്? റോഡിൻ്റെ കുറ്റം പറയാൻ നടക്കുന്നു. ഏതായാലും ഞാൻ അവർക്കിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്. നീ ഇപ്പം പണി കൊടുത്ത കാരണം ഇനിയിപ്പോൾ ഈ പരിക്കൊക്കെ പെട്ടെന്ന് മാറുവാ? അതല്ല അച്ഛാ, പരിക്ക് മാറണേനല്ല, ഞാൻ കൊടുത്ത പരാതി വിജിലൻസിലാണ് കൊടുത്തേക്കുന്നത്. അവരത് അന്വേഷിച്ചിട്ട് കോൺട്രാക്ടറുടെ ഭാഗത്ത് തെറ്റണ്ടേ അയക്കിട്ട് എങ്ങനെയായാലും പണി കിട്ടും.